ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ആരാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? തരിശായി കിടക്കുന്ന മരുഭൂമിയിൽ കടും ചിന്തകളുമായി അറബികളെ ഇരുട്ടിൽ നിന്നും അകറ്റി അവരുമുണ്ടായിരുന്ന മൂഢത്തരത്തെയും ദുസ്വഭാവത്തെയും ജാഹിലിയ സംസ്കാരത്തെയും മാറ്റി അഖില ലോക നേതാക്കളാക്കി വിനയത്തിന്റെ കെടാത്ത വിളക്കുകളുമാക്കി സുന്ദരമായ സംസ്കാരത്തിന്റെ ഉജ്ജ്വല പ്രതീകങ്ങളാക്കി മാറ്റിയതിന്റെ മഹത്വം വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഡോക്ടർ ബർനാർഡ് പറയുകയാണ്, I like Muhammad is ability. Muhammad was not only perfect but also scientist and sociality. ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രവാചകൻ മാത്രമല്ല, മറിച്ച് ഒരു ശാസ്ത്രജ്ഞനും സാമൂഹിക പരിഷ്കർത്താവുമാണ്. നടക്കുന്ന മൃഗങ്ങളെയോ പറക്കുന്ന പക്ഷികളെയും ഇലയുന്ന ജന്തുക്കളെയും നീന്തുന്ന മത്സ്യങ്ങളെയും വർണ്ണവർഗ ജാതികളായി തർക്കിക്കുന്ന ലോക ജനതയെ ഏകോപന സഹോദരങ്ങളാക്കി മാറ്റി കറുത്തവനേക്കാൾ വെളുത്തവനോ അനർബിയേക്കാൾ അറബിക്കോ സ്ഥാനം കൽപ്പിക്കാതെ ഹൃദയശുദ്ധി കൊണ്ട് സൃഷ്ടാവിലേക്ക് അടുക്കുന്നവന് പദവി നൽകി ബഹുമാനിച്ച കാരുണ്യത്തിന്റെ അഷ്ടവുമായി വിമോചനത്തിന്റെ പാത തെളിച്ചു കൊടുത്ത ഹബീബുന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആൾ സ്വാധീനവും സമ്പത്തും ഭരണാധിപത്യവും കിരീടവും സ്വർണം മുത്തും മാളികവും മത്തകവുമെല്ലാം തന്റെ കാലിൻപടിയിൽ ഇരിക്കവേ ചുടാത്ത മണ്ണ് കൊണ്ട് പടിഞ്ഞിറക്കിയ മൻസുവരിന്റെ വീട്ടിൽ ഈത്തപ്പന വാളുകൾ കൊണ്ടുള്ള പൂരന്റെ കീഴിൽ സ്വന്തം കൈകൊണ്ട് വീട്ടുപണി ചെയ്ത് ദിവസം ചൂലുകൊണ്ട് അടിച്ച് വൃത്തിയാക്കി ഈരപ്പായം വിരിച്ച് ഇല്ലാതെ ഫാൻ ഇല്ലാതെ മരുഭൂമിയുടെ മണ്ണിൽ അന്തി ഉറങ്ങ ഹബീബുന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാൽ കുടിക്കുകയും പാലിൽ കുടിക്കുകയും ചെയ്യുന്ന ഭരണാധികാരാണ് ഇന്ന് ലോകത്തുള്ളത്. എന്നാൽ നാല് കാലുകൾ തീറ്റിച്ച് സ്വന്തം കൈകൊണ്ട് പാൽ നിറക്കുകയും അങ്ങാടിയിൽ പോയി സാധനം വാങ്ങി സ്വന്തം കൈകൊണ്ട് തൂക്കിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരികയും വീട്ടുകാരെയും അയൽവാസികളെയും സഹായിച്ച് സ്വന്തം കൈകൊണ്ട് ചെരുപ്പ് തുന്നുകയും വസ്ത്രം തുന്നി പിടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് ലോകത്തുണ്ടെങ്കിൽ അത് ഹബീബുന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ വേറൊരാളുമില്ല എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അതുകൊണ്ട് ലോകത്തിലെ തുല്യതയില്ലാതെ സ്നേഹിക്കപ്പെടുകയും അതിനേക്കാൾ തുല്യതയില്ലാതെ സ്നേഹം ലോകത്തിന് പകർന്നു നൽകുകയും ചെയ്യുന്ന നേതാവാണ്. ലോകത്തിന്റെ കാരുണ്യവാനായിട്ടാണ് അല്ലാഹു അങ്ങയെ സംവിധാനിച്ചത്. അതുകൊണ്ട് ലോകത്തിന്റെ കാരുണ്യവാനായി അവതരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള ബാധ്യത പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കുമ്പോൾ വേദന തോന്നിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഓ നബിയേ, അങ്ങയുടെ റൂഹ് എണ്ണയിൽ നിന്ന് നൂലിനെ വലിച്ചെടുക്കുന്നത് പോലെയാണ് റൂഹ് പിടിക്കുക. എന്നാൽ അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹ് പിടിക്കുന്നത് ഉള്ളിൽ നിന്ന് ശിലയെ വലിച്ചെടുക്കുന്നത് പോലെയാണ് റൂഹ് പിടിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ മരണവേദനയിൽ പൊട്ടിക്കരയുകയും ചെയ്ത ഹബീബുന മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ പുന്നാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും അനുധാപനം ചെയ്യുകയും വേണം. അതിന് നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ശ്രദ്ധിച്ചാൽ